അവതരിപ്പിക്കുന്ന ലഘുനാടകം വെഞ്ചിരിപ്പ്. ആധുനിക കാലഘട്ടങ്ങളിൽ നാം വിസ്മരിച്ചു പോകുന്ന പല ആത്മീയ കാര്യങ്ങളെയും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുവാൻ വിശുദ്ധ അന്ത്രയോസ് കൂട്ടായ്മയിലെ കലാകാരന്മാരും കലാകാരികളും അണിച്ചൊരുക്കുന്ന ലഘുനാടകമാണ് വെഞ്ചിരിപ്പ്. സ്നേഹപൂർവം ഇതിനെ സ്വീകരിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും അനുഗ്രഹിക്കുവാനും നിങ്ങളെ സാദരം ശ്രമിച്ചുകൊണ്ട് ഞങ്ങളുടെ നാടകം ഇവിടെ ആരംഭിക്കുന്നു. എനിക്ക് ഓർമ്മയില്ലേ, ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ? അല്ല, അല്ലാതെ പിന്നെ എന്നാണ് ഇന്നത്തെ പ്രത്യേകത? ഇന്ന് അച്ഛൻ വരുന്ന ദിവസമല്ലേ? ഓ, വല്ലോ പിരിവല്ലോ ആയിരിക്കും. ഓ, ആകപ്പാടെ കിട്ടുന്ന ഒരു ഞായറാഴ്ചയാ, അതും അങ്ങനെ പോയിട്ട്. ദൈവദോഷം പറയാതെ മനുഷ്യ, നമ്മളോ ഇവിടെ പ്രാർത്ഥിക്കുന്നില്ല, അച്ഛനെങ്കിലും വന്ന് പ്രാർത്ഥിക്കട്ടെ. ആ, എന്തെങ്കിലും ആകട്ടെ. ആ കുരുത്തക്കെട്ട പിള്ളേരും ചെയ്യും. അതൊന്നും എണീറ്റില്ലേ ആരും? നല്ല കാര്യമായി. അതെപ്പ എണീക്കാനാ? രാത്രി 2 മണി 3 മണി വരെ മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിപ്പല്ലേ. നേരം വെളുക്കാറാകുമ്പോഴല്ലേ ഉറങ്ങുന്നത്. എപ്പോ എണീറ്റ് വരാനാ? അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാലോ വീട് വെഞ്ചരിച്ചാലോ അവരിതൊന്നും അറിയാൻ പോണില്ല. ആഹാ, ഇതെന്നാ പറ്റി? മാഡമിന് നേരത്തെയാണല്ലോ. മണി ഉച്ചയ്ക്ക് 12 ആയിട്ടേ ഉള്ളൂ. ഇവിടെ തലേ ചൊറിഞ്ഞോണ്ടിരിക്കാതെ അച്ഛനെന്ന് വരുന്ന ദിവസമാ. പോയി അതുങ്ങളെ കൂടെ വിളിച്ചോണ്ട് വാ. ഇവിടെ വല്ല വൃത്തിയാട്ടെ. എടീ, നമ്മുടെ ബൈബിൾ എവിടാ? അത് എവിടെയോ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എപ്പോഴും എടുക്കുന്നില്ലല്ലോ. എവിടെ കൊണ്ട് വെച്ചെന്ന് ഒരു പിടിയില്ല. വേഗം നോക്കിയെടുക്കാം. നീ പിള്ളേരല്ലേ? ആര് വെളിയിൽ വരുന്നില്ലേ? വേഗം ബൈബിൾ തപ്പിയെടുക്ക. എല്ലാരോടുമായിട്ട് ഞാൻ പറയാം, ബൈബിള് കണ്ടില്ലെങ്കിൽ അച്ഛൻ വരുമ്പോ നാണക്കേടാ. നോക്കിയെടുക്കുകയാണ്. വേഗം വൃത്തിയാക്കാൻ. എടി അമ്മുവേ, ഇവിടെ ഒന്നും കണ്ടില്ലല്ലേ? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. പോകാൻ പറ്റില്ല. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ശാന്തമ്മയുടെ ബൈബിൾ അവർക്ക് നമ്മളെക്കാട്ട് ഭക്തിയാ. നമ്മളോ വായിക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല എവിടെ കൊണ്ട് വെച്ചെന്ന്. ശാന്തമ്മ എപ്പോഴും ബൈബിൾ വായിക്കുന്നതാ. അതെന്തിനാ ശാന്തമ്മയുടെ? അയ്യോ, വേണ്ട വേണ്ട വേണ്ട. മേരിയുടെ വീട്ടിലോട്ട് പോകണ്ട. കഴിഞ്ഞ ആഴ്ചയെ അവിടെ പട്ടി നമ്മുടെ പൂച്ച ഇട്ട് ഓടിച്ചപ്പോഴേ ഞാൻ കേൾക്കാൻ കൊള്ളാത്ത ചീത്ത എല്ലാം അവളെ പറഞ്ഞതാ. ഇനി ബൈബിളിൽ അങ്ങോട്ട് പോയാൽ എനിക്ക് കുറച്ചില്ല. ശാന്തമ്മയുടെ വീട്ടിൽ തന്നെ പോയി മേടിച്ചോണ്ട് പോവാ. ശരി. അച്ഛനാണോ പോകുന്നത്? എപ്പോഴും ശരിയായിരിക്കട്ടെ. ഒരാളെ കൂടെ കാണാനുണ്ടല്ലോ. വിളിച്ചോണ്ട് വാ. അയ്യോ, മൈക്കളെ,
നിന്നെ ഇപ്പൊ പള്ളിയിലോട്ടൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. ഓ അതെങ്ങനെയാ അച്ഛാ? ആകപ്പാടെ കിട്ടുന്ന ഒരു ഞായറാഴ്ച അവധി ദിവസം ഞായറാഴ്ച അന്ന് പള്ളിയിലോട്ട് വന്ന ദിവസം പോയിട്ട്. ഞായറാഴ്ച കുർബാന കടവുള്ളതാണെന്ന് അറിയത്തില്ലേ? ആ കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അച്ഛാ ഓർത്തത്. ആ മേരി എന്നോട് 1000 രൂപ മേടിച്ചോട്ട് ഇതുവരെ തന്നില്ല. ഞാൻ അവിടെ ചീത്ത പറഞ്ഞു മടുത്ത്. എനിക്ക് ചീത്ത പറയാൻ വയ്യ. ആ കടത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. ഞായറാഴ്ച നന്നായി ഒരുങ്ങി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് അച്ഛൻ പറഞ്ഞു നേരം. ഈ ഇളവയിൽ ഏറ്റവും നന്നായി ഉടുത്തൊരുങ്ങി വരുന്നത് ഞാനാ. അയ്യ, ഒരുക്കത്തിന്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. നിന്നെയും പള്ളിയിലോട്ട് കണ്ടിട്ട് കുറെ നാളായല്ലോ. ലാസ്റ്റ് എന്നാ അച്ഛാ പള്ളിയിലെ ഫുഡ് കൊടുത്തത്? ഓണത്തിനാണോ? ഓണത്തിനും സംക്രാന്തിക്കും വരാൻ നീ ആരെ മാവേലിയോ? ഇത്തെ കാര്യം എന്തായി? ഞാൻ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. അച്ഛൻ എന്നെ കാണാത്തതാണ്. ആഹാ, അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ അടുത്ത ആഴ്ച മുതൽ പള്ളിയില് നീ മുൻപന്തിയിൽ തന്നെ നിൽക്കണം. നീയോ മോനെ? അപ്പോൾ പള്ളിയില് സ്ഥിരമായി വരാറുണ്ടോ? ഉണ്ട്. സമയക്കുറവുണ്ടെന്ന് അറിയാം. ട്യൂഷനും എല്ലാവരും പോകുന്നുണ്ട്. ഡാൻസ് ക്ലാസ് ഉണ്ടോ? ട്യൂഷനും ഉണ്ട്, ഡാൻസ് ക്ലാസ്സും ഉണ്ട്. അത് കാരണം ഒട്ടും സമയമില്ല. സമയമില്ല. അപ്പൊ പിന്നെ നിങ്ങള് മറ്റു കാര്യങ്ങൾക്കൊക്കെ എങ്ങനെയാ? ഭക്ഷണമൊക്കെ കഴിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടാറുണ്ടോ? ഭക്ഷണവും കുളിയും നടത്തിയില്ലേലും തരക്കേടില്ല. ട്യൂഷന് പോയവർ അതാ ഇവിടുത്തെ നിയമം. അപ്പോ എന്റെ ദൈവമേ, ഇതിലും നല്ലത് ഉഗാണ്ടയായിരുന്നു. ഇത്രമാത്രം ബുദ്ധിമുട്ടി എന്റെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം. മോളെ, നീ ആ ബൈബിൾ എടുത്ത് എഫേസ്യൻസ് 5:22 പോലൊന്ന് വായിച്ചേ. കഷ്ടപ്പെടണ്ട, ഞാൻ തന്നെ പറയാം. മക്കളെ, ഇപ്പോൾ നമ്മൾ കൈത്താക്കാലത്താണല്ലോ. മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. വിശുദ്ധ കുർബാനയ്ക്കും സൺഡേ സ്കൂളിലും വിടുന്ന സമയത്ത് അവരെ ട്യൂഷന് പറഞ്ഞു വിട്ടാൽ അവരെങ്ങനെ ഇതൊക്കെ അറിയും? കൈത്താക്കാലം എന്നാൽ മക്കളെ വിളവെടുപ്പിന്റെ കാലം എന്നാണ് അർത്ഥം. ദൈവം നമ്മളിൽ നിന്നും ഫലം ആവശ്യപ്പെടുന്ന കാലം. എന്നാൽ നമ്മളോ ഇന്ന് ലോകത്തിന്റെ ഫലങ്ങൾ അന്വേഷിച്ച് നടക്കുക. ഞായറാഴ്ചയും മറ്റുള്ള ദിവസങ്ങളിലെല്ലാം വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ വന്ന് പങ്കെടുക്കണം. കുടുംബ പ്രാർത്ഥനയും ഉണ്ടാകണം. ഇതൊക്കെ പറ്റുന്ന കാര്യമാണോ അച്ഛാ? പറ്റണം മൈക്കളെ, പറ്റണം. നമ്മളുടെ ജീവിതത്തില് ദൈവത്തിനായിരിക്കണം ഒന്നാം സ്ഥാനം. നാം ഈ നാട്ടിൽ ലോകത്ത് സമ്പാദിച്ചു കൂട്ടുന്ന എല്ലാ സമ്പത്തും നാം മരിച്ചാൽ കൊണ്ടുപോകാൻ കഴിയില്ല. മാത്രമല്ല, മക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെ കർത്തവ്യമാണ്. ഇനി നിങ്ങൾ എല്ലാവരും സ്ഥിരമായി പള്ളിയിൽ വരണം. കുടുംബ പ്രാർത്ഥനയും ഉണ്ടാകണം. ശരി അച്ഛൻ, ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയച്ചു. ഇനി ദൈവത്തിനായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഞങ്ങൾ ഞായറാഴ്ച കുർബാനയെ മുടക്കത്തില്ല അച്ചു. Praise the Lord. ഇന്ന് ഈ ഭവനത്തിൽ രക്ഷ പ്രാപിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.